എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിന്റെ 6ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു സം ഓഫ് n ടേംസ് ഓഫ് an arithmetic sequence പറഞ്ഞ n/2 ഇൻറ്റു x1 പ്ലസ് xn അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഫൈൻഡ് ദി സം ഇൻ യുവർ ഹെഡ് എന്നാണ് താഴെ. ഇത് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ പ്രോബ്ലം ഫൈൻഡ് ദി സം ഇൻ യുവർ ഹെഡ്. അതായത് മനക്കണക്കായിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. 51 പ്ലസ് 52 പ്ലസ് 53 പ്ലസ് എക്സെട്രാ പ്ലസ് 70. അപ്പൊ നോക്കിയേ, ഇതിന്റെ സം എന്ന് പറയുമ്പോൾ ആകെ എത്ര നമ്പർ ഉണ്ടാവും? 51 മുതൽ 70 വരെ ഉള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 51 മുതൽ 70 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 20 നമ്പർ ഉണ്ടാവും. കാരണം 70 വരെ 70 നമ്പറാണ്. 51 വരെയുള്ള മുതൽ മതി. അപ്പൊ 50 കുറച്ചാൽ മതി. 70 50 കുറച്ചാൽ 20 നമ്പേഴ്സ് ആണുള്ളത്. അപ്പൊ പെയർ വൈസ് എടുക്കുമ്പോൾ 70 51 കൂട്ടിയാൽ എത്രയാ? ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം കൂട്ടിയാൽ 121. മൊത്തം 20 നമ്പർ ഉണ്ട്. അപ്പൊ എത്ര പെയറുണ്ട്? 20/2 10 പെയർ. അപ്പൊ 121 ഇൻറ്റു 10 1210. അതാണ് ഇതിന്റെ ആൻസർ. നമുക്ക് സ്റ്റെപ്പ് ആയിട്ട് എഴുതി നോക്കാം. ടോട്ടൽ ഹൗ മെനി ടേംസ് എന്നുള്ളതാണ് ആദ്യം. ഹൗ മെനി ടേംസ്? 20 ടേംസ്. ഇനി ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് 51 പ്ലസ് 70 എത്രയാ? 121. ഇനി സം കാണാനുള്ള ഫോർമുല n/2 ഇൻറ്റു ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് അല്ലെങ്കിൽ x1 പ്ലസ് xn. ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് എന്ന് പറയുന്നതാണ് 70 പ്ലസ് 51 121. 20/2 20 ടേം ഉണ്ടെങ്കിൽ 20/2 പേഴ്സ് ഉണ്ട്. അതായത് 10 പേർ. അപ്പൊ 10 ഇൻറ്റു 121 1210. ആ മനസ്സിൽ കണക്കൂട്ടിയ സ്റ്റെപ്പ് അങ്ങ് എഴുതിയെന്ന് മാത്രം. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലൊക്കെ നമുക്ക് എഴുതാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈം കൂട്ടുക. അത് കിട്ടിയതിന് ആകെ ടേംസിന്റെ എണ്ണത്തിന്റെ പകുതി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആകെ ടേംസ് 20 ആണ്. 20ന്റെ പകുതി 20ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 10. 10 ഇൻറ്റു 121 1210. വേറെ കാരണം സെക്കൻഡ് പ്രോബ്ലം 1.5 2.5 3.5 എക്സെട്ര അങ്ങനെ 12.5. എത്ര ടൈം ഉണ്ട്? ഹൗ മെനി ടൈംസ് ടോട്ടൽ? 1.5 2.5 3.5. അതായത് 1 2 3 അങ്ങനെ 12 വരെ അല്ലേ? അപ്പോൾ 12 ടേംസ് ഉണ്ട്. ആദ്യത്തെ അവസാനത്തെയും കൂടി ആഡ് ചെയ്താലോ? 12.5യും 1.5യും കൂടി കൂട്ടുക. 12.5യും 13 1 14. അപ്പൊ 14 ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ്. മൊത്തം 12 ടേം. അപ്പൊ എത്ര കൊണ്ട് ഗുണിക്കണം? 12/2 6 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 6 ഇൻറ്റു 14 എത്ര കിട്ടും? 84. അപ്പോ മനസ്സിൽ തന്നെ നമുക്ക് കൂട്ടാൻ പറ്റും. ഹൗ മെനി നമ്പേഴ്സ് ടോട്ടൽ? ദാറ്റ് ഈസ് 12. ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് എന്ന് പറയുന്നത് 1.5 പ്ലസ് 12.5 14. അപ്പൊ സം ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. n/2 12/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന് പറഞ്ഞാൽ 14. അപ്പൊ 12/2 അതായത് 6 ഇൻറ്റു 14 അത് 84. നമ്മൾ ആ സ്റ്റെപ്പ് അങ്ങ് എഴുതിയുള്ളൂ. മനസ്സിൽ കണക്കൂട്ടുന്ന സ്റ്റെപ്പാണ് എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം 1/2 1 1.5 2 2.5 അങ്ങനെ 12.5 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 1 മുതൽ 1/2 1 എന്ന് പറയുമ്പോൾ 1 വരെ 2 നമ്പേഴ്സ്. 1.5 2 വരെ 4 നമ്പേഴ്സ്. 3 വരെ 6 നമ്പേഴ്സ്. ഇപ്പൊ 12 വരെ 24 നമ്പേഴ്സ്. ഇപ്പൊ 12.5 ആകുമ്പോൾ 25 നമ്പേഴ്സ്. 12.5യുടെ ഇരട്ടി 25 നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ നമ്പേഴ്സ് 25. ഞാൻ ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് നോക്കി 12.5യും 1/2യും കൂട്ടിയാൽ 13. അപ്പൊ 13 എന്ന് പറയുകയാണ് ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ്. ഈ സം കാണേണ്ട എങ്ങനെയാ? n/2 ഇൻറ്റു x1 പ്ലസ് xn. അപ്പൊ 25/2 ഇൻറ്റു ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് അതായത് 13. 25 ഇൻറ്റു 13/2 ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 കൊണ്ട് ഹരിക്കുമ്പോൾ 162 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. അതായത് n/2 ഇൻറ്റു ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ്. ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും. ആകെ 25 നമ്പർ ഉണ്ട്. അപ്പോൾ 25/2 പെയർ വരും. അപ്പൊ 25/2 ഇൻറ്റു 13 അങ്ങനെ 162. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ 1/101 പ്ലസ് 3/101 പ്ലസ് 5/101 പ്ലസ് എക്സെട്രാ പ്ലസ് 201/101. നോക്കിയാൽ എല്ലാത്തിനും ഡിനോമിനേറ്റർ 101 അല്ലേ? അപ്പൊ 101 ഇങ്ങോട്ട് മാറ്റിയെടുത്താൽ 1/101 ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കിയുള്ളത് എന്ത് വരും നോക്കിയേ? 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എക്സെട്രാ പ്ലസ് 201. എത്ര നമ്പേഴ്സ് ഉണ്ടത്? 1 മുതൽ 201 വരെയുള്ള ഓഡ് നമ്പേഴ്സാണ്. അപ്പൊ ഓഡ് നമ്പേഴ്സിന്റെ നമ്പർ എത്ര നമ്പർ ഉണ്ട് മൊത്തം? മൊത്തം എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ് ഇവിടെ 201 വരെ
101 നമ്പേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ 2 1 മുതൽ 1 3 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 3നോട് 1 കൂട്ടി പകുതി എടുത്താൽ മതി. 5 വരെ 3 നമ്പേഴ്സ്, 5 1 6, 6ന്റെ പകുതി 3. അപ്പോൾ 201 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 201ന്റെ കൂടെ 1 കൂട്ടി 202 അതിന്റെ പകുതി, അതായത് 101 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ തുടർച്ചയായ 101 ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ 101 സ്ക്വയർ ആണ്. നമുക്ക് ഡയറക്റ്റ് എടുക്കാം. ഇപ്പൊ 2 ഓഡ് നമ്പേഴ്സിന്റെ സം 2 സ്ക്വയർ 4, 3 ഓഡ് നമ്പർ ആകുമ്പോൾ സം 9 ആണ്. അപ്പോൾ 3 സ്ക്വയർ. അപ്പൊ എത്ര 1 മുതൽ തുടർച്ചയായ എത്ര ഓഡ് നമ്പേഴ്സിന്റെ സം കാണാനും അതിന്റെ നമ്പർ ഓഫ് ടേംസിന്റെ സ്ക്വയർ എടുത്താൽ മതി. അപ്പോൾ 1 മുതൽ തുടർച്ചയായ n ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ n സ്ക്വയറാ. അപ്പോൾ 1 മുതൽ തുടർച്ചയായ ഇത് 101 ഓഡ് നമ്പേഴ്സ് ഉള്ള 201 വരെ 101 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ സം എന്ന് പറയുന്നത് 101 സ്ക്വയർ. അപ്പൊ 101 സ്ക്വയറിനെ 101 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? ഒരു 101 വെട്ടിപ്പോവും, ബാക്കി 101. അപ്പൊ ഇതിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 101 തന്നെയാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ആകെ 101 നമ്പർ ഉണ്ട്. ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 201 പ്ലസ് 1 202. അപ്പോൾ നമ്പർ ഓഫ് ടൈംസ് 101 ആണ്. അപ്പോൾ 101/2 ഇൻറ്റു 101 പ്ലസ് 201 അങ്ങനെ എടുത്താലും 202/2 അതായത് 101 ഇൻറ്റു 101/101 എന്നായി 101 കിട്ടി. അപ്പം അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പം. 101 സ്ക്വയർ. 101 ഓഡ് നമ്പേഴ്സിന്റെ സം 101 സ്ക്വയർ. 101 സ്ക്വയറിന് 101 കൊണ്ട് ഹരിച്ചാൽ 101 തന്നെ. ഇതാ ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി ഫോളോയിങ് അരിത്തമാറ്റിക് സീക്വൻസ്. താഴെ തന്നിരിക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണണം. അപ്പൊ സം കാണാനുള്ള ഫോർമുലയിൽ ഫസ്റ്റ് ടേം അറിയാം, 11 ആണ്. കോമൺ ഡിഫറൻസ് 22 മൈനസ് 11. ഇനി സം കാണണമെങ്കിൽ n/2 ഇൻറ്റു x1 പ്ലസ് xn. അപ്പൊ xn കണ്ടുപിടിച്ചേക്കാം. xn എന്ന് പറയുന്നത് dn പ്ലസ് f മൈനസ് d ആണ്. അപ്പൊ d എന്ന് പറയുന്നത് 11 ആണ്. അപ്പൊ 11 പ്ലസ് 11n പ്ലസ് f മൈനസ് d. f എന്ന് പറഞ്ഞാൽ 11 ആണ്. d എന്ന് പറയുന്നതും 11 ആണ്. അപ്പൊ 11 മൈനസ് 11 0 ആവും. ഇപ്പൊ 11n ആണ്. അതിന് മൾട്ടിപ്പിൾ ഓഫ് 11 ആണ് ഇത്. അപ്പൊ 11n ആണ് ഇതിന്റെ ആൾജിബ്രിക് ഫോം ഓർ xn. അപ്പൊ സം കാണാനുള്ള ഫോർമുല n/2 ഇൻറ്റു x1 പ്ലസ് xn. n/2 ഇൻറ്റു x1ന്റെ സ്ഥാനത്ത് 11 ആണ്, xന്റെ സ്ഥാനത്ത് 11n ആണ്. അപ്പൊ n/2 ഇൻറ്റു 11 പ്ലസ് 11n കിട്ടും. സം ഓഫ് 25 ടേംസ് കാണാൻ പാടില്ല. അപ്പൊ എന്നിന്റെ സ്ഥാനത്തൊക്കെ 25 കൊടുക്കുക. അപ്പൊ 25/2 ഇൻറ്റു 11 പ്ലസ് 11 ഇൻറ്റു 25. അപ്പൊ 11 കൊണ്ട് 25നെ മൾട്ടിപ്ലൈ ചെയ്ത ശേഷം ഈ 11 ആഡ് ചെയ്യണം. അപ്പൊ 25/2 ഇൻറ്റു 11 25. 11 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ 1025 കൂടിയ 250. അപ്പൊ 1125 ആകുമ്പോൾ 275. അപ്പൊ 275 പ്ലസ് 11. അപ്പൊ 275 11 കൂടി കൂട്ടി എത്ര കിട്ടാം? 286. അപ്പൊ 25/2 ഇൻറ്റു 286. അപ്പൊ 286നെ 2 കൊണ്ട് ഡിവിസിബിൾ ആ. അപ്പൊ 143. അപ്പൊ 25 ഇൻറ്റു 143 എന്ന് കിട്ടും. അപ്പൊ 25 ഇൻറ്റു 143 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3575. അപ്പൊ സം ഓഫ് n ടേംസ് കണ്ടുപിടിച്ചിട്ട് എന്നിന്റെ സ്ഥാനത്ത് 25 എന്ന് കൊടുക്കുന്നു. അതാണ് എളുപ്പവഴിയായിട്ട് ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ എന്നിന്റെ സ്ഥാനത്ത് 25 കൊടുത്ത് നമുക്ക് 25th ടൈം കണ്ടുപിടിച്ചിട്ട് ഫസ്റ്റ് ടൈം പ്ലസ് 25th ടൈം അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അപ്പൊ n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന ഫോർമുല ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിന്റെ 25 ടൈംസിന്റെ സം കണ്ടുപിടിക്കാം. അപ്പോൾ 3575 ആണ് ഇതിന്റെ ആൻസർ. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ 12, 23, 34 എക്സെട്ര. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ പാർട്ട് 25 ടേംസിന്റെ സം തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ചെയ്തതുപോലെ തന്നെ ആദ്യം ചെയ്യണം. ഫസ്റ്റ് ടേം x1 12 ആണ്. കോമൺ ഡിഫറൻസ് 23 മൈനസ് 12 അതും 11 തന്നെയാണ്. അപ്പോ xn വേണം. xn എന്ന് പറയുന്നത് dn പ്ലസ് f മൈനസ് d ആണ്. d എന്ന് പറയുന്നത് 11 ആണ്. അപ്പൊ 11n പ്ലസ് f എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 മൈനസ് 11. അപ്പൊ 11n പ്ലസ് 1 എന്ന് കിട്ടും. 11n പ്ലസ് 1 ആണ് ഇതിന്റെ ആൾജിബ്രിക് ഫോം. ഇനി സം ഓഫ് n ടൈംസ്. സം ഓഫ് n ടൈംസ് പറഞ്ഞാൽ n/2 ഇൻറ്റു x1 പ്ലസ് xn. അപ്പൊ n/2 ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ 12 ആണ്. ഈ xn ഇവിടെ കണ്ടുപിടിച്ചു 11n പ്ലസ് 1. അപ്പൊ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 11n അത് എഴുതാം. 12 പ്ലസ് 1 നമുക്ക് ആഡ് ചെയ്ത് എഴുതാം 13. അപ്പൊ n/2 ഇൻറ്റു 11n പ്ലസ് 13 ആണ് സം ഓഫ് n ടേംസ് ഓഫ് ദിസ് അരിത്തമാറ്റിക് സീക്വൻസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 25 ടേംസിന്റെ സം ആണ്. അപ്പൊ 25 ടേംസിന്റെ സം കാണി n എത്ര കൊടുക്കണം? 25 കൊടുക്കുക. അപ്പൊ 25/2 ഇൻറ്റു 11 ഇൻറ്റു 25 പ്ലസ് 13. അപ്പൊ 11 ഇൻറ്റു 25
275 കുറച്ച് മുമ്പ് നമ്മൾ എഴുതാം 275 പ്ലസ് 13 അപ്പൊ 25/2 ഇൻറ്റു 11 ഇൻറ്റു 25 പ്ലസ് 13 അതായത് 2275 പ്ലസ് 13 ഇത് ആഡ് ചെയ്യുമ്പോൾ 288 വരും 288നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 144 എന്ന് കിട്ടും 25 ഇൻറ്റു 144 നമുക്ക് 3600 എന്ന് കിട്ടും അപ്പോൾ ഇതാണ് സം ഓഫ് 25 ടൈംസ് ഓഫ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം തേർഡ് ക്വസ്റ്റ്യൻ രണ്ടാമത്തേത് തേർഡ് ക്വസ്റ്റ്യൻ 21 32 43 എക്സെട്ര എന്ന സീക്വൻസിന്റെ ആദ്യത്തെ 25 ടൈംസിന്റെ സം കണ്ടുപിടിക്കുക അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം എഴുതി 21 കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 32 മൈനസ് 21 അത് 11 തന്നെയാണ് അപ്പോൾ ഓൾജിബ്രിക് ഫോം എഴുതണം dn പ്ലസ് എഫ് മൈനസ് ഡി ഡി എന്ന് പറയുന്നത് 11 ആണ് അപ്പോൾ 11n പ്ലസ് എഫിന്റെ സ്ഥാനത്ത് 21 ആണ് 21 മൈനസ് 11 21 ൽ നിന്ന് 11 കുറച്ചാൽ 10 കിട്ടും അപ്പോൾ 11n പ്ലസ് 10 ആണ് ഓൾജിബ്രിക് ഫോം nth ടേം അപ്പോൾ സം കാണുന്നത് എന്ത് ചെയ്യണം n/2 ഇൻറ്റു x1 പ്ലസ് xn അപ്പോൾ n/2 ഇൻറ്റു x1 എന്ന് പറയുന്നത് 21 ആണ് 21 പ്ലസ് xn എന്ന് പറയുന്നത് 11n പ്ലസ് 10 ആണ് അപ്പോൾ n/2 ഇൻറ്റു 21 പ്ലസ് 11n പ്ലസ് 10 അതിൽ ഈ 21 10 നമുക്ക് ആഡ് ചെയ്യാം 11n എന്നുള്ള ടൈം കൂടെ മാറ്റി നിർത്താം അപ്പോൾ n/2 ഇൻറ്റു 11n പ്ലസ് 21 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 31 അപ്പോൾ നോക്കിക്കേ n/2 ഇൻറ്റു 11n പ്ലസ് 31 എന്ന് പറയുന്ന സം ഓഫ് n ടൈംസ് ആണ് നമുക്ക് സം ഓഫ് 25 ടൈംസ് മതി അപ്പോൾ എന്നിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം 25 കൊടുക്കുക അപ്പോൾ 25/2 ഇൻറ്റു 11 ഇൻറ്റു 25 പ്ലസ് 31 അപ്പോൾ 25/2 ഇൻറ്റു 11 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ 275 നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതാണ് പ്ലസ് 31 275 31 കൂടി ആഡ് ചെയ്തിട്ട് അതിന് 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബൈ 2 കൊടുക്കും അപ്പോൾ 25/2 ഇൻറ്റു 306 ഇത് ആഡ് ചെയ്യുമ്പോൾ 306 വരും 306ന്റെ ഹാഫ് ആണ് 153 അപ്പോൾ 25 ഇൻറ്റു 153 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3825 എന്ന് കിട്ടും ക്ലിയർ ആയോ പറഞ്ഞത് ഓക്കെ അടുത്ത ചോദ്യം 19 28 37 എക്സെട്ര ഇതിന്റെ 25 ടൈംസിന്റെ സം അപ്പോൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ വേറെ ഒന്നുമില്ല ഫസ്റ്റ് ടൈം അറിയാം 19 കോമൺ ഡിഫറൻസ് 28 മൈനസ് 19 ദാറ്റ് ഈസ് 9 19 ആണ് 28 അപ്പോൾ ഓൾജിബ്രിക് ഫോം dn പ്ലസ് എഫ് മൈനസ് ഡി ഡി എന്ന് പറയുന്നത് 9 ആണ് അപ്പോൾ 9n പ്ലസ് 19 മൈനസ് ഡി എന്ന് പറഞ്ഞാൽ 19 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 10 ആണ് അപ്പോൾ 9n പ്ലസ് 10 എന്ന് പറയുന്നതാണ് ഓൾജിബ്രിക് ഫോം അപ്പോൾ സം ഓഫ് n ടൈംസ് ആണ് കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് n ടൈംസ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn x1ന്റെ സ്ഥാനത്ത് 19 xnന്റെ സ്ഥാനത്ത് 9n പ്ലസ് 10 അപ്പോൾ n/2 ഇൻറ്റു 19 പ്ലസ് 9n പ്ലസ് 10 അപ്പോൾ 19ഉം 10ഉം കൂടി ആഡ് ചെയ്ത് 29 എന്ന് എഴുതാം 19 10 29 9n അതുപോലെ അപ്പോൾ n/2 ഇൻറ്റു 9n പ്ലസ് 29 ഇത് സം ഓഫ് n ടൈംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് 25 ടൈംസ് ആണ് അപ്പോൾ എന്നിന്റെ സ്ഥാനത്ത് 25 എന്ന് കൊടുക്കുക അപ്പോൾ 25/2 ഇൻറ്റു 9 ഇൻറ്റു 25 പ്ലസ് 29 അപ്പോൾ 25/2 ഇൻറ്റു 9 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ 225 പ്ലസ് 29 അപ്പോൾ 225 29 കൂടി ആഡ് ചെയ്തേ 254 അപ്പോൾ 225/2 ഇൻറ്റു 254 സമം 25 ഇൻറ്റു വെട്ടി കുറയ്ക്കാം 254 2 കൊണ്ട് ഹരിച്ചാൽ 127 സോ 25 ഇൻറ്റു 127 ദാറ്റ് ഈസ് 3175 അതാണ് ഇതിന്റെ ആദ്യത്തെ 25 പദങ്ങളുടെ സം അപ്പോൾ ഈ സം ഓഫ് ഇത് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആണ് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ അങ്ങ് ചെയ്ത് പോകുന്നു അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ 2 പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു